അസ്സലാമു അലൈക്കും. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. ഖുർആനിൽ പറയുന്നു, അള്ളാഹുവെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു. അള്ളാഹുവിനെ സ്മരിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ മനസ്സുകൊണ്ടും നാവുകൊണ്ടും ഉണ്ടാകുന്ന ദിക്റുകൾ ഉൾപ്പെടുന്നു. മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ നീ മരണം വരിക്കുക എന്നതാണത്. നാവ് കൊണ്ട് എളുപ്പം പറയാൻ കഴിയുന്നതും വലിയ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോന്നത ശക്തിയും കഴിവുമില്ല. അള്ളാഹു തആല ഖുർആനിലൂടെ പറയുന്നു, അള്ളാഹുവിൻ്റേതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും, അള്ളാഹുവിങ്കലേക്കാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ 2 തോട്ടക്കാരുടെ സംഭവം വിവരിക്കുന്നുണ്ട്. അതിലൊരാൾക്ക് അള്ളാഹുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു. ഫലസമൃദ്ധമായ 2 തോട്ടങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളിൽപ്പെട്ടതായിരുന്നു. പക്ഷേ അയാൾ എല്ലാം മറന്ന് അഹങ്കരിച്ചു. അഹങ്കാരത്തോടെയാണ് അവൻ തൻ്റെ തോട്ടങ്ങളിൽ പ്രവേശിച്ചിരുന്നത്. ഒരിക്കലും ഇതൊന്നും നശിച്ചു പോകുമെന്നോ അന്ത്യസമയം നിലവിൽ വരുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ലെന്നും ഇനി അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ തന്നെയും ഇതിനേക്കാൾ ഉത്തമമായ ഒരു സ്ഥലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നും അവൻ വീമ്പ് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ അവൻ്റെ സത്യവിശ്വാസിയായ കൂട്ടുകാരൻ അവനോട് സംസാരിക്കുന്ന സന്ദർഭം വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നീ നിന്റെ തോട്ടത്തിൽ കടന്ന സമയത്ത് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് അള്ളാഹു ഉദ്ദേശിച്ചതത്രേ, അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ഇല്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിന്നേക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി നീ എന്നെ കാണുന്നുവെങ്കിൽ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഹൗലും ഖുവത്തും ഇല്ല എന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിൻ്റെ അർത്ഥം. ഹൗൽ എന്നാൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറുക എന്നതാണ്. ഖുവത്ത് എന്നാൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറാനുള്ള ശക്തി എന്നാണ്. ഏതൊരു ചലനവും ആ ചലനത്തിനാവശ്യമായ ശക്തിയും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടല്ലാതെ ലഭിക്കുന്നില്ല എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ കേൾക്കുന്നയാളും പറയണം. എന്നാൽ ഹയ്യ അലസ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയേണ്ടത്. കാരണം ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് തന്നെ വേണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന കലിമത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ അബ്ദുല്ലാഹിബ്നു ഖൈസ്, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയായ ഒരു വാക്ക് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണത്. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർശിന് താഴെയുള്ള സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു വാക്യത്തെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ പറയലാണത്. അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ അടിമ എനിക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. അതുപോലെ ആരെങ്കിലും ഈ ദിക്ർ പതിവാക്കിയാൽ അവന് 70 പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കും. അതിൽ ഏറ്റവും ചെറുതാണ് ദാരിദ്ര്യം. കൂടാതെ അവന് എത്ര ഭാരമുള്ള കാര്യവും എളുപ്പമാകും. എല്ലാവിധ ഭീതിയെയും അവൻ നേരിടും. അവൻ ഉയർന്ന പദവി നേടും. മാത്രമല്ല ഈയൊരു പുണ്യ ദിക്ർ 9 രോഗങ്ങളിൽ നിന്നുള്ള ശമനമാണ്. അതിൽ ഏറ്റവും നിസാരമായത് വ്യസനമാണ്. അതുപോലെ തന്നെ ഇത് നരകശിക്ഷയിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഘർഷങ്ങളും വേവലാതികളും അധികരിച്ചാൽ നാം അധികമായി ഈ ഒരു കലിമത്ത് പതിവായി പാരായണം ചെയ്യുക. മറ്റൊരു കാര്യം, വിപത്തുകൾ ബാധിക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയുക. എന്നാൽ ചില ആളുകൾ വിപത്തുകൾ ബാധിക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത് കാണാം. ഇത് ശരിയല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത്. ഏതെങ്കിലും കാര്യത്തിൽ അള്ളാഹു നിന്നെ സഹായിക്കണമെന്ന് നീ ഉദ്ദേശിച്ചാൽ ഈ ഒരു കലിമത്ത് നിങ്ങൾ പാരായണം ചെയ്യുക, പതിവാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.